വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ get ready with me വീഡിയോ ആണ് ഓഫ് കോഴ്സ്, ആൻഡ് ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ വീഡിയോ ഫോർ മീ. കാരണം ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ ഫസ്റ്റ് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ആണ് ഇന്ന്. അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ത്രില്ലൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണാം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഔട്ട്ഫിറ്റ്, ഹെയർ സ്റ്റൈൽ, മേക്കപ്പ് ഒക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം, അല്ലെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ലേറ്റ് ആകോടെ എത്തുന്നുണ്ട്. ബ്രൈഡ് എൻട്രി കഴിഞ്ഞാൽ നമ്മളവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് നമുക്ക് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ സ്റ്റിച്ച് ചെയ്തില്ല, കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തില്ല, ഷറാറ സെറ്റ്. അപ്പോൾ ഇതിനകത്ത് ക്രോപ്പ് ടോപ്പ് മോഡലാണ്, ചുരിദാറല്ല ക്രോപ്പ് ടോപ്പ് മോഡൽ വന്നിട്ട്, പിന്നെ പാൻറ്റ് പോലെ പലാസ പാൻറ്റ് പോലെ വന്നിട്ട് ഷാളും. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. എൻ്റെ ഔട്ട്ഫിറ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു അതായത് കൂടുതൽ ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്ത് ഔട്ട്ഫിറ്റിലേക്ക് ചേഞ്ച് ആകുമ്പോൾ ഡ്രസ്സിലേക്ക് മേക്കപ്പ് ആവാൻ സാധ്യതയുണ്ട്. സോ ഞാൻ ആദ്യം പോയിട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഞാൻ ഇതിൻ്റെ ഫുൾ ലുക്ക് എന്താണെങ്കിലും ലാസ്റ്റ് കാണിച്ചു തരാം. സോ ഷാൾ ഞാനിപ്പോൾ ഇടുന്നില്ല, ഇത് മാറ്റി വെക്കാം, പിന്നെ ഇട്ടാം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് സ്കിൻ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ സ്റ്റെപ്പ് ഇവിടെ കാണിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ഐസ് വാട്ടർ വെച്ചിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായി. അതുപോലെ ഐസ് ക്യൂബ് വെച്ച് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സോളം അതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായി. കാരണം എൻ്റെ ഫേസ് നന്നായിട്ട് കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര പഫി ആയിരുന്നു. ഇപ്പോൾ ഓക്കെ ആയിട്ടോ. ആ സമയത്ത് എനിക്കും നമ്മുടെ ഫേസ് കുറച്ച് പഫിനെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് ലെറ്റ്സ് ഗോ വിത്ത് ദ ടോണർ. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു ടോണറാണ്. അപ്പോൾ ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടോണറിന് ഹോം മെയ്ഡാണെന്നുകൊണ്ട് പുച്ഛിക്കാൻ പറ്റില്ല. കാരണം അത് നല്ലൊരു, എനിക്ക് ആ ഒരു ടോണർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഫേസൊക്കെ നല്ല സോഫ്റ്റ് ആവണ പോലെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരുമ്പോൾ ഞാൻ പിന്നെയും റോസ് ഓൾറെഡി മേലുണ്ട്, റോസാപ്പൂ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ടോണർ ഉണ്ടാക്കി യൂസ് ചെയ്യും. അതായിരിക്കും കുറച്ചും കൂടെ എനിക്ക് നന്നായിട്ട് തോന്നിയത്. നെക്സ്റ്റ് നമ്മുടെ മോയ്സ്ചറൈസർ. ഇത് ഇപ്പോൾ കറണ്ട് യൂസ് ചെയ്യുന്നതാണ് ലാക്മി പീച്ച് മിൽക്ക് എന്ന് പറഞ്ഞ മോയ്സ്ചറൈസറാണ്. എൻ്റെ വീഡിയോ കാണാർക്കറിയാം, ഞാൻ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ മോയ്സ്ചറൈസറിലേക്കല്ല ഞാൻ പോകുന്നത്. ഞാൻ കുറേ മോയ്സ്ചറൈസർ ഇങ്ങനെ യൂസ് ചെയ്യും. കാരണം എനിക്കറിയില്ല എൻ്റെ ഫേസായിട്ടുള്ള എൻ്റെ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസർ എനിക്ക് ഇതുവരെ പെർഫെക്റ്റ് മാച്ച് എന്ന് പറയാൻ പറ്റിയ മോയ്സ്ചറൈസർ കിട്ടിയിട്ടില്ല. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞത്, ഇത് നോക്കിയാൽ തന്നെ എനിക്കറിയാം ഓൾമോസ്റ്റ് കഴിഞ്ഞു, അവിടെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അടുത്തത് നമുക്ക് വേണ്ടതാണ് സൺസ്ക്രീൻ. ഓക്കെ, ഇപ്പോൾ മോർണിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഓഫ് കോഴ്സ് നമുക്ക് സൺസ്ക്രീൻ ഇല്ലാണ്ട് പോകാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് കണ്ണിൻ്റെ അടിയിൽ ഈ കറുത്ത പാടുകളൊക്കെ കളയാനായിട്ട്, മീൻസ് അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ കളയാനായിട്ട്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കവറപ്പ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് ബ്ലൂ ഹാൻഡ് ലിക്വിഡ് കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് ചോക്ലേറ്റ് 601 ആണ് ഷെയ്ഡ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറേ നാളായിട്ട് ഇതൊക്കെ തന്നെ യൂസ് ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് പുതിയ പ്രൊഡക്ട്സ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് എന്ത് ചെയ്യണം, മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു വെയർ എന്ന് പറഞ്ഞതും കൺസീലർ എന്ന് പറഞ്ഞ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കണ്ണിൻ്റെ അടിയിൽ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബ്ലഷ് യൂസ് ചെയ്യുന്നത്. ഞാൻ എക്സസ് ടാപ്പ് ചെയ്യാം. ഇത് സെറ്റിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ നല്ലത്. പിന്നെ എൻ്റെ സെറ്റിംഗ് പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടെ പിന്നെ ഈ ഒരു ഏരിയ കൺസീലർ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അവിടെ മൊത്തം നമ്മൾ വെച്ച് സെറ്റ് ചെയ്യണം. നമ്മുടെ ഈ ഏരിയയൊക്കെ ഞാൻ പുതിയതായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന മേക്കപ്പിൽ ചെയ്യുന്നത് കുറച്ചെടുത്ത് ഈ ഒരു ഏരിയ ഉണ്ട്, അത് ഇവിടെ ഇങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫേസ് ഷേപ്പ് ഡിഫറെൻ്റ് ആകും എന്ന് എനിക്ക് തോന്നി. ഇവിടെ ഓക്കെ, നെക്സ്റ്റ് ഐ മേക്കപ്പ് ചെയ്യാം. ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഇന്നത്തെ ലുക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി മേക്കപ്പ് അല്ല, ഒരു സോഫ്റ്റ് ആൻഡ് ഗ്ലാം ലുക്കാണ്. അപ്പം ഞാനപ്പോൾ വിചാരിക്കുന്നത് ഒരു ഗ്രീൻ ഡ്രസ്സ് ആയതുകൊണ്ട് ഒരു ലൈറ്റ് ഓറഞ്ചോ ലൈറ്റ് ബ്രൗണോ നമുക്ക് അല്ലെങ്കിൽ മാച്ച് ചെയ്തിട്ട് ഇടാനാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഐസ് നോക്കി നിങ്ങൾക്ക് അറിയാം, നല്ല ഫുഡ് ഐസ് ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഐസിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യണം മേക്കപ്പ് ചെയ്യുമ്പോൾ. സോ ഈ ബ്രൗണും ഈ ഒരു കൺസീലർ എന്ന് പറഞ്ഞൊരു കളറും കൂടെ വെച്ചിട്ട്
ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ കേസ് നമ്മുടെ ഈ ഒരു വരാണ്ടല്ലേ ഈ ഒരു സംഭവം, ഇതാണ് കേസ് ലൈൻ. ഈ കുറച്ച് കയറ്റി വരയ്ക്കും എന്നുവെച്ചാൽ ഈ ഒരു ലൈനെ കുറച്ച് കയറ്റി വരയ്ക്കും. അപ്പോൾ നമ്മുടെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഐസ് ആണെങ്കിലും നമുക്കങ്ങനെ തോന്നില്ല. ഈ ബെയർ എന്ന് പറഞ്ഞ ഷെയ്ഡ് വെച്ചിട്ടാണ് ടോപ്പിൽ ഈ കേസ് ലൈൻ നമ്മൾ ചെയ്തില്ല, ടോപ്പിൽ ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഈ സീക്രട്ട് എന്ന് പറഞ്ഞ ഷെയ്ഡ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ലൈറ്റ് ഒരു ഓറഞ്ചാണ്, അപ്പോൾ അത് ആ കൺസീലർ കളറും കൂടെ മിക്സ് ചെയ്താൽ ഒരു നല്ല ലൈറ്റ് കളർ കിട്ടും. അത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ ലൈനർ വരയ്ക്കുകയാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ ഐ ലൈനറാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളൊരു വിങ്ഡ് ഐ ലൈനർ ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഐമേക്കപ്പ് ഏകദേശം കഴിഞ്ഞ് നമുക്ക് ഉള്ളത് ബ്ലഷാണ്. കോൺടോർ ചെറുതായിട്ട് കയ്യിൽ ബാക്കിയാണ് ബ്ലഷ് ഉണ്ടാവില്ല, അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാണ്. കോൺടോറിനെ പറ്റി കിട്ടുന്ന ബ്ലെൻഡ് ചെയ്യാൻ മറക്കില്ല. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ് ബാമാണ് ഹിമാലയയുടെ. ഇതിനൊരു വ്യത്യാസമില്ല, ഞാൻ ലിപ് ബാമുകൾ എൻ്റെ മിക്ക വീഡിയോ എടുത്ത് നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റും. വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ് ബാമാണ്. സ്റ്റിക്കിന് മുമ്പ് ഞാൻ ലിപ് ലൈൻ യൂസ് ചെയ്തിപ്പോൾ യൂസ് ചെയ്ത് ഈ ഒരു പരിവായി. ഇത് മാൾസിൻ്റെ ആയിരുന്നു. ഇതൊന്ന് മാൾസിൻ്റെ ആണ്. ഷെയ്ഡ് ഒക്കെ പോയി കേട്ടോ. ഞാൻ ചെറിയ ഇത് പേര് മാത്രമേ ഉള്ളൂ. എനിക്കിത് വെച്ചൊന്ന് വരയ്ക്കും. നെക്സ്റ്റ് ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കണം. ലിപ് ഗ്ലോസും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് മുടി കെട്ടണം. അതിനുമുമ്പ് ഞാൻ ആക്സസറീസ് കാണിച്ചു തരാറുണ്ട്. ഇതാണ് ഈ ഒരു കമ്മലാട്ടോ ഇന്ന് പെയർ ചെയ്യുന്നത്. നെയിൽ പോളിഷൊന്നും അടിച്ചിട്ടില്ല, ഇനി പോണ വഴിക്ക് നെയിൽ പോളിഷൊക്കെ അടിക്കാനായിട്ട്. പിന്നെ ഈ ഒരു റിങ്ങാണ് ഇടുന്നത്. പിന്നെ മാല ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റിൽ ഇടുന്നില്ല, പകരം ഈ നമ്മുടെ ഷാൾ ഇങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു മാലയുടെ പോലെ. നെക്സ്റ്റ് നമുക്ക് ഹെയറിലേക്ക് പോകാം. പക്ഷേ ഹെയർ എങ്ങനെ കിട്ടണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. മേബി ഞാൻ മുടി അഴിച്ചു വരും ചെയ്യുന്നത്. കിട്ടാൻ എനിക്ക് കുറേ കൺഫ്യൂസ് സമയം പോകുന്നതും. എനിക്കൊന്നും എനിക്ക് മാത്രമല്ല, മിക്ക വരും പ്രശ്നം ഹെയർ കിട്ടാനായിട്ട് കുറേ സമയം പോകുന്നത്. ഏത് ഹെയർ സ്റ്റൈൽ കിട്ടണം. എനിക്ക് കുറേ ഹെയർ സ്റ്റൈൽ എടുത്ത് വെച്ചിട്ടുണ്ടായി. പക്ഷേ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്കവാറും ഒപ്പം ഹെയർ സ്റ്റൈലായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഭയങ്കര ഒരു ഹെയർ സ്റ്റൈലൊന്നും അല്ല കേട്ടോ, ഒരു സിമ്പിൾ തട്ടിക്കുട്ടി ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് ഈ ഹെയറിൻ്റെ ബാക്ക് വശത്തെ ഹെയറും ഫ്രണ്ട് ഹെയറും കൂടെ കുറച്ച് കേൾ ചെയ്തിട്ട്, എൻ്റെ ഹെയർ ഓൾറെഡി കേളി ഹെയറാണ്. കേളി എന്ന് പറയാൻ പറ്റില്ല, ബേബി ഹെയറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഹെയർ ആ സമയത്ത് കേൾ ചെയ്താലും കിടക്കും കേട്ടോ. നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത്രയും ഹെയർ എടുത്തിട്ട് ഇൻസ്റ്റോൺ ആയിട്ട് കേൾസ് പിന്നെ പേര് ഹെയറിലേക്ക് ഉണ്ടാകുന്നത്. ഇതുപോലത്തെ ചെറിയൊരു കേൾസാണ്, നമുക്ക് ഭയങ്കര കുഴലാണ്. കുറച്ച് കേൾസ് എനിക്ക് വേണ്ടി സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്തിട്ട് കേൾ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഹെയറിൽ ഞാൻ കുറച്ച് ഇതായിട്ട് എൻ്റെ ഹീറ്റിൻ്റെ കാര്യം ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. എൻ്റെ ഓൾറെഡി എനിക്ക് ഒരു കേളി എന്ന് പറയുന്നത് വീതി ഹെയർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ തന്നെ എൻ്റെ ഹെയറിൽ നാച്ചുറലി എനിക്ക് കേൾസ് ഫോം ആകും. ഇതെനിക്ക് കാണാമല്ലോ, കാണാൻ തോന്നുന്നില്ല, കാണാമല്ലോ എനിക്ക്. ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെ ആയിരിക്കും മിക്കവാറും ഞാൻ പോകുന്നത്. എനിക്ക് ടൈം ഇല്ല ഇനിയിപ്പോൾ
ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ എനിക്കിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ ഹെയർ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡ്രസ് വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ, ഇതിൻ്റെ ഫുൾ ലുക്ക് എങ്ങനെയാണെന്നുള്ളത്. സോ ഇന്നത്തെ ഈ ദിവസത്തിൽ വി ആർ സോ എക്സൈറ്റഡ്, ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ എല്ലാവരും കുറച്ച് ടെൻസ്റ്റും കൂടിയാണ്. കാരണം ഞങ്ങളൊരു തട്ടിക്കൂട്ടിൽ ഡാൻസും കൂടെ ഉണ്ട്, ഇതറിയില്ല എങ്ങനെയാകുമെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പിന്നെ എസ്പെഷ്യലി ഞാൻ കൂടുതൽ ടെൻസ്ഡാണ്, കാരണം ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യാനായിട്ട് എന്നെയാണ് അവർ സെലക്ട് ചെയ്ത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്, അല്ലാണ്ട് ഞാനിങ്ങനെ സ്റ്റേജിൽ കയറി ഇങ്ങനെ വളരാൻ സംസാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഡാൻസിനൊക്കെ കയറാമെന്നല്ലാണ്ട് അതൊക്കെ നമ്മൾ പോവുക കയറുക അതൊക്കെ വേറെ ഇത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് അത്രയും ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മളിങ്ങനെ മൈക്കിനെ പിടിച്ച് ഞാൻ സംസാരിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ടാണ് അവർ കേൾക്കുന്നത്. സോ ഐ എം സോ ടെൻസ്ഡ്. എനിക്കറിയില്ല എന്തായിരിക്കുമെന്ന്. മിക്കവാറും ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് നോക്കി വായിക്കാനായിരിക്കും പോകുന്നത്, കാരണം അത്രയും ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോകും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.